ഹലോ, നമുക്കിന്ന് ജേണൽ സപ്ലീസ് ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഒരു പേപ്പറിൽ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊന്ന് എഴുതി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം A4 ഒരേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ എക്സാം പാഡ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ആൽക്കഹോള മാർക്കേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ ടാബിളിൽ ആവണ്ട വെച്ചിട്ടാട്ടോ. ഇതെൻ്റെ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ എക്സാം പാഡാണ്, പക്ഷേ വലിയ കേടുപാടുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഡിസൈൻസും കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോണ ജേണൽ സപ്ലീസ് വെച്ചിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഒരു ജേണൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ലാസ്റ്റിലൊന്നും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ച് ഒരു പാറ്റേൺ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. അതിന് ഒരു ഡാർക്ക് ബ്ലൂ ഇവിടെ വേവ് ലൈൻസ് പോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. അത് നല്ല സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാനൊരു യെല്ലോ കളറും കൂടിയും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൂടി ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ആ യെല്ലോ കളർ അത്ര കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഹാർട്ട്സും വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ബ്ലൂവും ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് പാറ്റേൺ പേപ്പറിൻ്റെ ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കുറേ ബോക്സ് ലോക്കായിട്ട് വരുന്ന പോലത്തെ കേട്ടോ. പിന്നെ ഞാൻ അതിനൊന്ന് ചുരുട്ടിയിട്ടുണ്ട്. അങ്ങനെ ചുരുട്ടിയിട്ട് തുറന്നപ്പോൾ നല്ല ചുളുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 4 പാറ്റേൺ പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോണത് വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വാഷി ടേപ്പിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഷോർട്സിൽ കാണാം കേട്ടോ. ഞാൻ വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇതേപോലെ ഡിസൈൻസിൻ്റെ ബാക്കിൽ ഞാൻ ഗ്ലൂ തിരിച്ചൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്യുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ചെയ്യണില്ല വിചാരിച്ചുകൊണ്ടാട്ടോ. ഈ ഡാർക്ക് ബ്ലൂ കളർ വാഷി ടാപ്പിൻ്റെ പോലെ തന്നെ ഫ്ലവറിൻ്റെ വാഷി ടാപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷി ടാപ്പിൻ്റെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രെയിംസ് ഉണ്ടാക്കാം. ആദ്യം 2 ഫ്രെയിംസ് ഞാൻ സാധാ പോലെയും 2 ഫ്രെയിംസ് വേറൊരു രീതിയിലുമാണ് ഉണ്ടാക്കുന്നത്. ടോട്ടലി ഞാൻ 4 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ ഡിസൈനൊക്കെ ചെയ്തെടുത്തു, അതിനെ കട്ട് ചെയ്തപ്പോൾ ഫ്രെയിംസ് റെഡിയായി. ഇനി നമുക്ക് അടുത്ത സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സ്റ്റിക്കേഴ്സ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണം ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് കുറേ ഡിസൈൻസൊക്കെ വരച്ചെടുത്തിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 3 എണ്ണം വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് സ്പേസ് നമ്മൾ നല്ലോണം വിടാൻ നോക്കണം. ഞാൻ ഈ സ്റ്റിക്കേഴ്സിന് കളറൊന്നും ചെയ്യണില്ല, കാരണം അത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്യാനാട്ടോ. അപ്പോൾ സ്റ്റിക്കേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാമ്പ് ഉണ്ടാക്കാം. സ്റ്റാമ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറേ മടക്കിയതിന് ശേഷം ഇതേപോലെ 4 സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ തവണ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വിടണം കേട്ടോ. അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാമ്പൊക്കെ വേറെ എന്തെങ്കിലും. ഇതേപോലെ 4 സൈഡിലൊന്ന് ചെയ്തെടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ പിക്ചറും കൂടി വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ സ്റ്റാമ്പ് റെഡിയായി. ഇതിനും ഞാൻ സ്റ്റാമ്പ് തന്നെ കേട്ടോ വിളിക്കണേ നെക്സ്റ്റ് ഉണ്ടാക്കണേനും. പക്ഷേ അതിനെ കോയിൻ സ്റ്റിക്കേഴ്സ് എന്ന് വിളിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ 4 എണ്ണം ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഇതേപോലെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് റൗണ്ട്സ് വരക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഡിസൈൻസൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കളർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ കളറും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാമ്പ് റെഡിയാവും. അപ്പോൾ സ്റ്റാമ്പിൻ്റെ പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എഴുതിയതൊക്കെ ഒട്ടിക്കൂലേ, ഇതിനെന്താ പറയാമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ എഴുതിയ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എഴുതിയ പേപ്പേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഇരുന്നിട്ടാണ്ട് എഴുതിയാൽ മതി. പിന്നെ അതിനെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെറുതും വലുതും ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ തന്നെ ഞാൻ വേറെ രീതിയിലും ചെയ്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ അതിനെല്ലാത്തിനും ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സപ്ലീസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജേണൽ സപ്ലീസ് മൊത്തം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയത് മൊത്തത്തിൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്താലോ. അങ്ങനെ ജേണൽ വേണ്ടിയിട്ട് ഞാൻ അതും ഇതുമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഫുള്ള് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ചാനലിൻ്റെ ലാസ്റ്റ് ഞാനൊരു റെഡ് കളർ പാറ്റേൺ പേപ്പർ വെക്കുന്നുണ്ട്. അത് ഞാൻ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ജേണൽ സപ്ലീസ് ഉണ്ടാക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന പാറ്റേൺ പേപ്പർ ആട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ ഇവിടെ റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.